examiner family. അപ്പോൾ നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മളുടെ ഫൈനൽ എക്സാംസിന് വേണ്ടി പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളിൽ പലരും ഉണ്ടാവും, അതായത് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, കുട്ടി നോട്ട്സ് ആക്കിയിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ എക്സാമിന് ആ നോട്ട്സ് മാത്രം പഠിച്ചിട്ട് പോകും അല്ലേ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ഒരു ഷോർട്ട് നോട്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മാർക്ക് അഥവാ ഫുൾ A+ലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പം മിസ്സിന് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഷോർട്ടായിട്ടുള്ള നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എക്സാമിന് എഴുതാൻ പോകാൻ പാടില്ല. അപ്പോൾ ഫുൾ A+ അഥവാ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് നോട്ട് മാത്രം പഠിച്ചു പോകുന്നത് ഒരു വില്ലൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ ഷോർട്ട് നോട്ട്സ് മാത്രമല്ലാതെ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഷോർട്ട് നോട്ട്സ് ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് മിസ് ഒരിക്കലും പറയുന്നില്ല. ഷോർട്ട് നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. പക്ഷേ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ചാപ്റ്ററിൽ പല സ്ഥലത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെട്ടിയിലിട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുകയാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ട്വിസ്റ്റ് ചെയ്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഷോർട്ട് നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലാസ് നോട്ട്സ്, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലായിരിക്കാം, അപ്പോൾ സ്കൂളിൽ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സ് എഴുതാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ആ നോട്ട്സ് എന്തായാലും നിങ്ങൾ വായിച്ച് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫുൾ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പലരും ഉണ്ടാവും, അതായത് ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാച്ചിലെ ക്ലാസ് നോട്ട്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കാര്യങ്ങളുടെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മുടെ ബാച്ചിലുള്ള നോട്ട്സ് അല്ലേ. അപ്പോൾ ആ നോട്ട്സ് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാച്ച് നോട്ട്സ് ഒക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ ക്ലാസ് നോട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് നോട്ടുകൾ കിട്ടുക അല്ലെ. ഓരോ ലൈവുകൾ, അതായത് നമുക്കറിയാം നമ്മളുടെ യൂട്യൂബിൽ തന്നെ പാർട്ടുകളായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ തീർക്കാറുണ്ട്, അതുപോലെ തന്നെ വൺ ഷോട്ടുകളായിട്ട് തീർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഒന്നുമില്ലെങ്കിൽ എഴുതുക, എന്നിട്ട് അത് നിങ്ങൾ ആദ്യം വായിച്ചു നോക്കുക. ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ, അത് നമ്മൾ ഫൈനലായിട്ട് ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പം ഇത് വെച്ച്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ നോട്ട്സ് വെച്ചിട്ട് വേണം നിങ്ങളൊരു ചാപ്റ്ററിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം. എന്നിട്ട് റിവിഷന് വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുക. ഇനി എല്ലാവരുടെയും അടുത്ത ഒരു സംഭവമാണ് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട അല്ലേ. ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ മിസ്? ഓഫ് കോഴ്സ് മക്കളെ, ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഓരോ വർഷം കഴിയുന്നതോട് നമ്മുടെ പാറ്റേൺസിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന ടോപ്പിക്സിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ പുതിയ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിക്കാത്ത, നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് വിടുന്ന ആ ഭാഗത്ത് നിന്നും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പ്രോപ്പറായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കണം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് കാണാൻ പറ്റും അല്ലേ. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ചാപ്റ്ററിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പെട്ടിയിലിട്ടത് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള ഇൻ ടെക്സ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾക്ക് ലെറ്റസ് ആൻസേഴ്സ്, അതുപോലെ തന്നെ എക്സസൈസുകൾ, എക്സാമ്പിൾസ് ഒക്കെ കാണാൻ പറ്റാറുണ്ട് അല്ലേ. അപ്പോൾ അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, അതും ചോദിക്കാം.
ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഈ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിലത്തെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് മനസ്സിലാക്കുക. അതിൽ ഡൗട്ട്സ് നിങ്ങൾ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് ക്ലിയർ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ക്ലാസ്സസ് കാണുക. ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം. ഒരിക്കലും നമ്മൾ ഡൗട്ട് തലയിൽ വെച്ചുകൊണ്ട് ഒപ്പിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ ഒരിക്കലും എൻ്റെ കുട്ടികൾ ഷോർട്ട് നോട്ട് മാത്രം എന്ത് ചെയ്യരുത്, ഡിപ്പെൻഡ് ചെയ്യരുത്. ഓഫ് കോഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പലരും ഇപ്പോൾ ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ അവസാനമായിട്ട് ഒരു ലാസ്റ്റ് ചാൻസ് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു അടിപൊളി സ്ട്രാറ്റജി പറഞ്ഞു തരാൻ സൺഡേ ഈ താഴെ കാണുന്ന സമയത്ത്, അതായത് ഇന്ന്, സൺഡേ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെയാണല്ലേ, അപ്പോൾ ഇന്ന് കൃത്യം ഈ ഒരു സമയത്ത് നമ്മുടെ എക്സാമിനർ ഫാമിലി വരുന്നുണ്ട്. അപ്പം ഇതുവരെ അല്ലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചാപ്റ്റേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ലൈവ് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഷോർട്ട് നോട്ട്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സിനും ഒക്കെ കൂട്ടുക അല്ലേ. ഇങ്ങനെ ആ നോട്ട്സ് മാത്രം പഠിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ വേണ്ടേ. അപ്പോൾ അതിനുള്ള ഒരു അടിപൊളി സ്ട്രാറ്റജി പറഞ്ഞു തരാനാണ് ഇന്ന് വൈകിട്ട് ഈ താഴെ കാണുന്ന സമയത്ത് നമ്മൾ വരുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്. ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചിൽ നമ്മുടെ എക്സാം ആയി. അപ്പോൾ ഇനിയുള്ള ഈ ദിവസങ്ങളിലാണ് നമ്മളുടെ ഈ തെറ്റുകളൊക്കെ തിരുത്തേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഫാമിലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ഇന്നത്തെ ലൈവിൽ വന്നിരിക്കുക. ഓക്കെ, അതിൽ വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടെ മാത്രമേ നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് ഞങ്ങളുണ്ട് അല്ലേ, യെസ് മിസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരും മറിക്കരുത്, ഇന്ന് എല്ലാവരും ഇവൻറ്റിൽ പങ്കെടുക്കുക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, മാക്സിമം ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് വരാം. അപ്പോൾ എക്സാമിനറിൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ച് ഈ ഒരു ഫൈനൽ ആയിട്ടുള്ള എക്സാം ഏറ്റവും സിമ്പിളായി ഫുൾ ഓൺ കോൺഫിഡൻസോട് കൂടെ നമ്മൾ എഴുതുന്നതായിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ട, എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.